കോടാനുകോടി മനുഷ്യരിൽ എത്ര പേരുണ്ടാവും ഈ ഭൂമിയിൽ അങ്ങനെ? ഒരാളോ അതോ രണ്ടുപേരും? ഒന്നായാലും രണ്ടായാലും അതിലൊന്ന് സുനിത വില്യംസ് എന്ന സ്ത്രീയാണ്. സ്പേസ് സ്റ്റേഷനിലേക്ക് കാർഗോ എത്തിക്കുന്ന മേഖലയിലെ മസ്കിന്റെ മേധാവിത്വം തകർക്കാനാണ് തിരക്കിട്ട് നാസ പോരായ്മകൾ അറിഞ്ഞിട്ടും സ്റ്റാർ ലൈനറിനെ ലോഞ്ച് പാഡിൽ എത്തിച്ചതെന്നും ആരോപണമുണ്ട്. ആദ്യത്തെ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക കൽപ്പന ചൗള എരിഞ്ഞു ചാരമായി ബഹിരാകാശത്തു നിന്നും മടങ്ങി വരുന്ന കാഴ്ച കണ്ട് കണ്ണു നിറഞ്ഞു പോയിരുന്നു. രണ്ടാമത്തെ ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടയ്ക്കലാണ്. Hello, I'm Sunny Williams. I'm up here on the International Space Station. ബഹിരാകാശത്ത് ഏറെക്കുറെ പെട്ടുകിടക്കുകയാണ് സുനിത വില്യംസ്. ഒപ്പം സഹയാത്രികനായ ബാരി വിൽമോറും. ബഹിരാകാശ ദൗത്യങ്ങളിൽ ഏറെ പരിചയസമ്പന്നയാണ് സുനിത. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ ദിവസം താമസിച്ച വനിത. ഭൂമിയെ വലം വയ്ക്കുന്ന സ്പേസ് സ്റ്റേഷനിലെ ട്രെഡ്മില്ലിൽ 4 മണിക്കൂർ ഓടി ഭൂമിയിലെ മാരത്തോണിൽ കൂട്ടുചേർന്ന് പങ്കെടുത്ത ഏക വനിത. ഏറ്റവും കൂടുതൽ ബഹിരാകാശ നടത്തം നടത്തിയ രണ്ടാമത്തെ വനിത. ആകാശത്തിനപ്പുറത്ത് ഏറെ വഴക്കം വന്നവൾ. ഗുജറാത്തുകാരനായ പിതാവ് പാണ്ഡ്യ വഴി പാതി ഇന്ത്യൻ വംശജ കൂടിയാണവർ. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പറത്തിക്കൊണ്ടായിരുന്നു തുടക്കം. അതിലെ വൈദഗ്ധ്യം കാരണം നേവി ഷിപ്പുകളിൽ അതിസങ്കീർണമായ യുദ്ധവിമാനങ്ങൾ കൃത്യമായി ലാൻഡ് ചെയ്യിക്കുക എന്ന ദുഷ്കര ദൗത്യം അവരെ ഏൽപ്പിച്ചു. ഏറ്റവും കൗതുകമേറിയ മറ്റൊന്ന്, ആഴക്കടൽ സമുദ്ര പര്യവേഷണ സംഘമായ ജാസ് ദൗത്യത്തിലും അവർ പങ്കെടുത്തിരുന്നു എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ സമുദ്രത്തിന്റെ ആഴമേറിയ അടിത്തട്ടും ഭൂമിയും ആകാശവും പിന്നെ ബഹിരാകാശവും ഒരുപോലെ കണ്ടവർ. കോടാനുകോടി മനുഷ്യരിൽ എത്ര പേരുണ്ടാവും ഈ ഭൂമിയിൽ അങ്ങനെ? ഒരാളോ അതോ രണ്ടുപേരും? ഒന്നായാലും രണ്ടായാലും അതിലൊന്ന് സുനിത വില്യംസ് എന്ന സ്ത്രീയാണ്. കഴിഞ്ഞ ജൂൺ 5-ന് 8 ദിവസത്തെ ബഹിരാകാശ യാത്രയ്ക്കാണ് സുനിത വില്യംസും ബാരി വിൽമോറും ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ പേടകത്തിൽ പുറപ്പെട്ടത്. പേടകത്തിന്റെ തകരാറ് കാരണം ഇനി അടുത്ത വർഷമേ തിരിച്ചിറക്കത്തെക്കുറിച്ച് ആലോചിക്കാനാവൂ എന്ന് ഏറെക്കുറെ ഉറപ്പായ പോലെയാണ് വാർത്തകൾ. അവരെ തിരിച്ചു കൊണ്ടുവരുമെന്ന് ലോകം കരുതുന്ന ഡ്രാഗൺ പേടകത്തിന്റെ ബഹിരാകാശ യാത്ര 2025 ഫെബ്രുവരിയിൽ എന്നൊക്കെ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് കണ്ടറിയണം. പലപ്പോഴും സുരക്ഷാ പരിശോധനകളിൽ പരാജയപ്പെട്ട് നിരവധി തവണ മാറ്റിവെച്ച് ചിലപ്പോൾ കൊല്ലങ്ങൾ വരെ വൈകി നടക്കുന്ന ഒന്നാണ് ഒരു ബഹിരാകാശ പേടകത്തിന്റെ യാത്ര. ഒന്ന് കേടായാൽ മറ്റൊന്ന് യാത്രയ്ക്ക് പറഞ്ഞയക്കാൻ അത് ടൂറിസ്റ്റ് ബസ് അല്ലല്ലോ. പരമാവധി 70 ദിവസമാണ് സ്റ്റാർ ലൈനറിന്റെ ആരോഗ്യകരമായ കാലാവധി എന്ന് കേട്ടു. അത് അല്പം കൂടെ നീട്ടാൻ ഭൂമിയിൽ നിന്നും ബോയിങ്ങിന്റെ ഗ്രൗണ്ട് ടീം 24 മണിക്കൂറും മെനക്കെട്ട് ശ്രമിക്കുന്നുണ്ട്. ഇലോൺ മസ്കിന്റെ പേടകത്തെ ആശ്രയിക്കുന്നത് നാസയ്ക്കും അവരുടെ സഹകാരി സ്ഥാപനമായ ബോയിങ്ങിനും അവർ പുലർത്തുന്ന ബഹിരാകാശ ആധിപത്യ അഹന്തയുടെ മോന്തയ്ക്ക് കിട്ടുന്ന അടിയാണ്. സ്പേസ് സ്റ്റേഷനിലേക്ക് കാർഗോ എത്തിക്കുന്ന മേഖലയിലെ മസ്കിന്റെ മേധാവിത്വം തകർക്കാനാണ് തിരക്കിട്ട് നാസ പോരായ്മകൾ അറിഞ്ഞിട്ടും സ്റ്റാർ ലൈനറിനെ ലോഞ്ച് പാഡിൽ എത്തിച്ചതെന്നും ആരോപണമുണ്ട്. അതുകൊണ്ട് തന്നെ മസ്കിന്റെ സേവനം തൽക്കാലം ആവശ്യമില്ല എന്ന നിലപാടാണ് നാസയ്ക്ക്. നാസ ഇലോൺ മസ്കിനോട് സഹായം ആവശ്യപ്പെട്ടിട്ടുമില്ല. ആ ഈഗോ കാരണമാണ് തിരിച്ചിറക്കം വൈകുന്നത്. താൻ കൂടെ നിർമ്മാണ ഘട്ടത്തിൽ പൂർണ്ണ പങ്കാളിയായ സ്റ്റാർ ലൈനറിന്റെ മികവും പോരായ്മയും സുനിതയ്ക്ക് വ്യക്തമായി അറിയാം.
ആ ധൈര്യത്തിലാണ് അവർ അപകട സാധ്യത കൂസാതെ കന്നിപ്പറക്കലിന് ആവേശപൂർവ്വം തയ്യാറായത്. പേടകം പണിമുടക്കിയതോടെ സുനിത വില്യംസിനും ബാരി വിൽമോറിനും തിരിച്ചെത്താൻ വെല്ലുവിളികൾ ഏറെയാണ്. നാസ പുറത്തുവിട്ട സുനിത വില്യംസിന്റെ സംസാരത്തിൽ അവർ ബഹിരാകാശത്തിരുന്ന് ആഹ്ലാദത്തോടെ പറയുന്നു, പ്രതിസന്ധിയെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നതേയില്ല. ഓരോ ദിവസവും ചെയ്യാൻ പറ്റുന്ന അത്രയും പരീക്ഷണങ്ങൾ ചെയ്യുക എന്നതിലാണ് എൻ്റെ ശ്രദ്ധ. ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളുടെ പഠനം പോലും ശാസ്ത്ര പുരോഗതിക്ക് ഉതകും. ജീവിതത്തിനും മരണത്തിനുമിടയിൽ യുദ്ധവിമാനങ്ങൾ പറത്തി നടന്നവൾക്ക് എന്ത് ഭയം? സുനിതയുടെ ഭർത്താവ് പറയുന്നു, ജീവിതമായാലും മരണമായാലും അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം ബഹിരാകാശമാണ്. പേടകത്തിന്റെ തകരാറുകളെക്കുറിച്ചും തിരിച്ചെത്തുന്നതിലെ അപകടത്തെക്കുറിച്ചും അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ പരാതികളില്ലാതെ ആഹ്ലാദവതിയാണവൾ. വിൽമോറിന്റെ ഭാര്യ പറയുന്നു, അടുത്ത വർഷമേ ഞങ്ങളിനി അവന്റെ തിരിച്ചുവരവിനെ പറ്റി ആലോചിക്കുന്നത് പോലുമുള്ളൂ. ആദ്യത്തെ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക കൽപ്പന ചൗള എരിഞ്ഞു ചാരമായി ബഹിരാകാശത്തു നിന്നും മടങ്ങി വരുന്ന കാഴ്ച കണ്ട് കണ്ണു നിറഞ്ഞു പോയിരുന്നു. രണ്ടാമത്തെ ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടയ്ക്കലാണ്. പക്ഷേ അവർ സുരക്ഷിതമായി ഭൂമി അടുത്ത വർഷം വീണ്ടും തൊടും എന്ന് ആശ്വസിക്കുന്നത് ശാസ്ത്ര പുരോഗതിയിലുള്ള വിശ്വാസം കൊണ്ടുമാണ്. ഏതായാലും ഭൂമിയുടെ സർവമാന നിയന്ത്രണങ്ങളും പൊട്ടിച്ചെറിഞ്ഞ് ആകാശ അതിരുകൾ ഭേദിച്ച് അങ്ങ് ബഹിരാകാശത്തിലെ ആ അപരിചിത പ്രപഞ്ചത്തിലെത്തിയ രണ്ട് മനുഷ്യജീവികൾ ജീവിതത്തിലേക്കോ മരണത്തിലേക്കോ എന്നറിയാതെ കുടുങ്ങിക്കിടക്കുമ്പോൾ അതിലൊന്ന് ഒരു സ്ത്രീയാണ്. എന്നാൽ ഇങ്ങിവിടെ ഈ ഭൂമിയിൽ സ്ത്രീയെ ഏത് കുപ്പായം കൊണ്ട് മൂടണം, എങ്ങനെ അവളുടെ വിദ്യാഭ്യാസം ഇല്ലാതെയാക്കണം, എന്തെല്ലാം നിയന്ത്രണങ്ങളും കുരുക്കുകളും നിയമങ്ങളും അവൾക്ക് മൂക്ക് കയറിടാൻ കൊണ്ടുവരണം എന്നതിൽ നടത്തുന്ന ഗവേഷണങ്ങളാണ് ഇപ്പോഴും മുഖ്യം. പിന്നെ അവളുടെ നേട്ടങ്ങളെ അവഹേളനം കൊണ്ട് മായ്ച്ചിടണം, മുന്നേറ്റങ്ങളെ റദ്ദ് ചെയ്യണം, അവളെ നമുക്ക് നമ്മുടെ പിന്നിൽ തന്നെ നിർത്തണം എന്നിങ്ങനെ കുത്തിത്തിരിപ്പ് പണികൾ വേറെയും. ഭൂമിയിലെ ചില ദേശങ്ങളും ചില സംസ്കാരങ്ങളും മതങ്ങളും സ്ത്രീകളെ ഞണ്ടുകാലിൽ പിന്നൂറ്റാണ്ടുകളിലേക്ക് വഴി നടത്തുന്നതിൽ ആഹ്ലാദം കൊള്ളുമ്പോൾ സുനിത വില്യംസ്, നിങ്ങളങ്ങനെ ബഹിരാകാശത്തിരുന്ന് ചിരിച്ച് സംസാരിക്കുന്നത് കാണുന്നത് തന്നെ എത്രമാത്രം അഭിമാനമെന്നും അടുത്ത വർഷത്തെ ഏറ്റവും ആവേശം നിറഞ്ഞതും കേൾക്കാൻ സുഖമുള്ളതുമായ വാർത്ത നിങ്ങളുടെയും ബാരി വിൽമോറിൻ്റെയും സുരക്ഷിതമായ മടങ്ങിവരവാകട്ടെ.